എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാമരാമായണത്തിലെ ഉത്തരകാണ്ഡത്തിലെ നാമങ്ങൾ ചൊല്ലാം. ആഗതമുനിഗണ സംസ്തുത രാമ വിശ്രുതദശകണ്ഠോദ്ഭവ രാമ സീതാലിംഗന നിർവൃത രാമ നീതിസുരക്ഷിത ജനപദ രാമ വിപിനത്യാജിത ജനകജ രാമ കാരിതലവണാസുരവധ രാമ. രാമായണത്തിലെ രാമാവതാരം എന്തുദ്ദേശത്തിലാണോ വന്നത് ആ പ്രക്രിയ നടന്നിരിക്കുന്നു. രാവണവധം. ഓരോ വിധത്തിലുള്ള സഹോദര ബന്ധങ്ങളാണ് നമ്മളത് കാണുന്നത് രാമായണത്തിൽ മുഴുക്കെ. രാമനും ലക്ഷ്മണനും ഒരുമിച്ച് വന്നിരിക്കുന്നു. മഹാബലവാനായ കുംഭകർണനെയും അതികായനായ മഹാരാജാവായ രാവണനെ അവർ വധിക്കുകയും ചെയ്തു. അവരിലും നന്മയുള്ള സൽപ്രവൃത്തികളിൽ മനസ്സുള്ള വിഭീഷണൻ ബാക്കിയായിരിക്കുന്നു. വിഭീഷണനാണ് ഇനി ലങ്കാധിപനാവാൻ പോകുന്നത്. തുടർന്ന് വായിക്കാം. അഗ്രജനെ നേർവഴിക്ക് നയിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും വിഫലമായതിൻ്റെ മനോവ്യഥ കൊണ്ടായിരിക്കാം ജ്യേഷ്ഠൻ്റെ സംസ്കാരക്രിയകൾ ഞാൻ ചെയ്യുന്നില്ല എന്നാണ് വിഭീഷണൻ ആദ്യം പറയുന്നത്. പക്ഷേ ശ്രീരാമൻ അദ്ദേഹത്തെ ധർമാധിഷ്ഠിതമായ ഉപദേശം നൽകി അദ്ദേഹം ചെയ്യേണ്ട കടമ എന്താണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഭീഷണ, രാവണൻ അധർമ്മപ്രവൃത്തികൾ ചെയ്തിരുന്നുവെങ്കിലും സൽഗുണങ്ങൾ ഇല്ലാത്തവനായിരുന്നില്ല. മഹാശക്തൻ മാത്രമല്ല, മഹാശൂരൻ മാത്രമല്ല, ചില കാര്യങ്ങളെ സംബന്ധിച്ച് മഹാശയനം കൂടിയായിരുന്നു അങ്ങയുടെ ജ്യേഷ്ഠൻ. പോരെങ്കിൽ മരണത്തിനപ്പുറം ശത്രുത പുലർത്തുന്നത് ശരിയല്ല. അതേസമയം നാം ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയും ചെയ്യുന്നു. അനുജനായ അങ്ങ് തന്നെ രാവണന്റെ സംസ്കാരക്രിയകൾ ചെയ്യുന്നതാണ് ഉചിതവും ധർമ്മവും. ശ്രീരാമന്റെ നിർദ്ദേശം അവഗണിക്കുവാൻ ശക്തനല്ലാതായ വിഭീഷണന്റെ നേതൃത്വത്തിൽ മൃതശരീരം ദഹനത്തിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ദ്രുതഗതിയിൽ പൂർത്തിയായി. രാവണ ശരീരം വെൺപട്ട് വസ്ത്രത്താൽ ആച്ഛാദനം ചെയ്യപ്പെട്ട് അത്യാദരവോടുകൂടി കാഞ്ചന നിർമ്മിതമായ പല്ലക്കിൽ വെച്ച് വഹിച്ചുകൊണ്ട് പടക്കളത്തിൽ നിന്ന് വിലാപയാത്ര ആരംഭിച്ചു. വേദോച്ചാരണം ചെയ്യുന്ന പുരോഹിതന്മാരും വാദ്യഘോഷങ്ങൾ മുഴക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടവരും നെഞ്ചിലടിച്ചു കരയുന്ന അന്തഃപുര സ്ത്രീകളും പല്ലക്കിനെ അനുഗമിച്ചു. അഗ്നികോണിൽ സജ്ജമാക്കപ്പെട്ട പട്ടടയിൽ വയ്ക്കപ്പെട്ട മൃതശരീരത്തിന് വിഭീഷണൻ തന്നെ എള്ളും കറുകപ്പുല്ലുമുള്ള ഉദകം സമർപ്പിച്ചിട്ട് ചിതയ്ക്ക് തീയും കൊളുത്തി. അനുജനായ കുംഭകർണനും എല്ലാ പുത്രന്മാരും നഷ്ടജീവന്മാരായി കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് രാവണന് വേണ്ടിയുള്ള മരണാനന്തര ക്രിയകൾ ചെയ്യുവാൻ ബാധ്യസ്ഥനായി അവശേഷിച്ച ഏക പുരുഷൻ വിഭീഷണനായിരുന്നുവല്ലോ. ഇന്ദ്രരഥത്തെ സ്വർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ മാതലിക്ക് അനുമതി നൽകിയിട്ട് ശ്രീരാമൻ സുഗ്രീവാദികൾ ആനന്ദബാഷ്പം പൊഴിച്ച് അരികത്ത് സേവിച്ചു നിൽക്കെ ലക്ഷ്മണനോട് പറഞ്ഞു: അനുജ, ഭക്തിയിലും സ്നേഹത്തിലും ധർമ്മത്തിലും മുന്നണിയിൽ നിൽക്കുന്നവനാണ് വിഭീഷണൻ. അദ്ദേഹം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ മറക്കാൻ പാടില്ലാത്തവയാണ്. നീ അദ്ദേഹത്തെ രാക്ഷസ രാജാവായും ലങ്കേശ്വരനായും അഭിഷേകം ചെയ്യണം. ലങ്കയിലെ ആസ്ഥാന മണ്ഡപത്തിന്റെ സുവർണ നിർമ്മിതമായ സിംഹാസനത്തിൽ വെൺകൊറ്റക്കുടയുടെ കീഴിൽ ജീവനോടെ ശേഷിച്ച രാക്ഷസ പ്രമുഖന്മാരുടെ മധ്യത്തിൽ ആസനസ്ഥനായ ലക്ഷ്മണൻ പരമ്പരാഗതമായ രീതിയിൽ അഭിഷേകവും കിരീടധാരണവും നടത്തി. രാക്ഷസ പ്രജകൾ മുമ്പത്തെ രാജാവിന്റെ കനിഷ്ഠ സഹോദരനും ഇപ്പോഴത്തെ രാജാവുമായ വിഭീഷണന്റെ മുമ്പിൽ കുന്നുപോലെ കൂട്ടിയ കാഴ്ചദ്രവ്യങ്ങളെല്ലാം ആ ശ്രീരാമഭക്തൻ ശ്രീരാമപാദങ്ങളിൽ സമർപ്പിച്ചു. ശ്രീരാമ നിർദ്ദേശമനുസരിച്ച് സന്ദേശവാഹകനായ ഹനുമാൻ ലങ്കാപുരിയിൽ കടന്ന് അശോകവനത്തിലെത്തി സീതയോട് സംസാരിച്ചു. ദേവി, അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർത്തമാനം ഞാൻ അറിയിക്കുകയാണ്. ശ്രീരാമൻ രാവണനെ വധിച്ചിരിക്കുന്നു. ഇനി അവിടുന്ന് സ്വസ്ഥയായിരിക്കണം. ശ്രീരാമൻ വിഭീഷണന് നൽകിയ ലങ്ക സ്വതന്ത്ര രാജ്യമാണിപ്പോൾ. സ്വാമി അവിടത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. ഹനുമാൻ, ഈ വർത്തമാനം എന്നെ ആനന്ദ സമുദ്രത്തിൽ ആഴ്ത്തുകയാണ്. അതറിയിച്ചതിന് അങ്ങേക്ക് തക്കതായ പ്രതിഫലം തരാൻ എനിക്ക് കഴിയുകയില്ല. സ്വർണവും രത്നവും മറ്റും മതിയാവുകയുമില്ല. ത്രിലോക ചക്രവർത്തിത്വത്തെക്കാൾ വിലയുള്ളതാണ് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ. എനിക്ക് ശ്രീരാമനെ സേവിക്കാൻ അവസരം ലഭിച്ചുവല്ലോ. അതിലുപരിയായി യാതൊന്നും എനിക്ക് ആവശ്യമില്ല.
ഇമ്മാതിരി സംസാരിക്കുന്നവർ അധികമില്ല. ധർമ്മം, വീര്യം, ശക്തി, അതെന്തിന് സർവ്വഗുണങ്ങളും തികഞ്ഞിരിക്കുകയാണല്ലോ അങ്ങിൽ. ദേവി, അവിടുത്തെ വളരെയധികം ഉപദ്രവിച്ചവരാണ് കാവൽക്കാരികളായ രാക്ഷസികൾ. ആ പരമദുഷ്ടകൾ അവിടുത്തെ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തവരാണ്. ഞാൻ അവരെ ഒന്നോടെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അതിന് അനുമതി തരണം. ഹനുമാൻ, രാക്ഷസികൾ രാവണന്റെ ദാസികൾ മാത്രമാണ്. അവർ രാവണന്റെ ആജ്ഞകൾ അനുസരിച്ചു എന്നേയുള്ളൂ. ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനി അവർ എന്നെ ഉപദ്രവിക്കുകയുമില്ല. ഈ ഭൂമിയിൽ തെറ്റുകാരല്ലാതെ ആരും ഉണ്ടായിരിക്കുകയില്ല. ധർമ്മിഷ്ഠന്മാർ അവരുടെ തെറ്റുകൾ പൊറുക്കേണ്ടതാണ്. അതുപോട്ടെ, അവിടത്തേക്ക് ശ്രീരാമന് നൽകാൻ എന്ത് സന്ദേശമാണുള്ളത്? ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ദേവി, അവിടുത്തെ ആഗ്രഹം താമസിയാതെ നടക്കും. കഴിയുന്നത്ര വേഗത്തിൽ ശ്രീരാമസന്നിധിയിൽ മടങ്ങിയെത്തിയ ഹനുമാൻ സീതയുമായി നടത്തിയ സംഭാഷണം അറിയിച്ചു. ശ്രീരാമൻ വിഭീഷണനെ അരികിലേക്ക് വിളിച്ചു. സ്നേഹിത, ഉടനെ ലങ്കയിൽ ചെന്ന് സീതയ്ക്ക് കുളിക്കാനും ആഭരണങ്ങളും വിശിഷ്ട വസ്ത്രങ്ങളും ധരിക്കാനും ഏർപ്പാട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അവളെ കാണുവാൻ എനിക്ക് ധൃതിയായി. ഭർത്തൃനിർദ്ദേശമനുസരിച്ച് സ്നാനം കഴിച്ച് പട്ടാമ്പരങ്ങളും ദിവ്യഭൂഷണങ്ങളും ധരിച്ച് ഭർത്തൃദർശനത്തിൽ അത്യാകാംക്ഷയുള്ളവളായി പഞ്ചിമേനാവിൽ ഉപവിഷ്ടയായി വിഭീഷണാദികളാൽ അനുഗതയായി സീത ലങ്കയിൽ നിന്ന് യാത്ര തിരിച്ചു. ആ പതിവ്രതാരത്നത്തെ ഒരു നോക്ക് കാണുവാനുള്ള അത്യാഗ്രഹത്തോടുകൂടി രാക്ഷസ സ്ത്രീ പുരുഷന്മാരും വാനരന്മാരും ഇടകലർന്ന് തെരുവീതിയുടെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വിഭീഷണനാൽ നൽകപ്പെട്ട ശ്രീരാമ നിർദ്ദേശമനുസരിച്ച് സകലർക്കും നല്ലപോലെ കാണുവാൻ അവസരം നൽകിക്കൊണ്ട് സീത പഞ്ചിമേനാവിൽ നിന്നിറങ്ങി കാൽനടയായി ഭർത്തൃസവിധത്തിലെത്തി. അധോമുഖിയായി അതുവരെ വർത്തിച്ചിരുന്ന ആ ചാരിത്രശാലിനി നീലോൽപ്പല നയനങ്ങൾ ഉയർത്തി ശ്രീരാമമുഖ സരോജത്തിൽ പതിപ്പിച്ചപ്പോൾ അവയിൽ ആനന്ദബാഷ്പവും ഹൃദയത്തിൽ അവാച്യമായ അനുഭൂതിയും നിറഞ്ഞു കവിയുകയും പല്ലവ കോമളമായ അധരങ്ങളിൽ നിന്ന് മൃദുമധുരമായ ആര്യപുത്ര എന്ന സംബോധന പുറപ്പെടുകയും ചെയ്തു. തന്റെ ഗൂഢോദ്ദേശം പിന്നീട് വ്യക്തമാക്കിക്കൊള്ളാമെന്ന നിശ്ചയത്തോടെ ശ്രീരാമൻ സീതയോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അതിലെ പാരുഷ്യം ലക്ഷ്മണ, സുഗ്രീവ, വിഭീഷണാദികളെയും പ്രത്യേകിച്ച് ഹനുമാനെയും വല്ലാതെ ചഞ്ചലപ്പെടുത്തി. സീതയെ, ഞാൻ ശത്രുവിനെ വധിച്ച് നിന്നെ വീണ്ടെടുത്തതോടെ എന്റെ പൗരുഷം ലോകർക്ക് മനസ്സിലായിരിക്കുന്നു. എനിക്കുണ്ടായ അപമാനത്തെ ഞാൻ സ്വശക്തി കൊണ്ട് തീർത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി സുഗ്രീവനും ഹനുമാനും ലക്ഷ്മണനും വിഭീഷണനും മറ്റുള്ളവരും മഹൽ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷൻ അപമാനമില്ലാതാക്കാൻ എന്തൊക്കെയാണോ പ്രവർത്തിക്കേണ്ടത് അതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. എന്തിനാണ് ഈ മംഗളാവസരത്തിൽ ശ്രീരാമൻ ഇങ്ങനെ കർക്കശമായി സംസാരിക്കുന്നതെന്ന് സ്വയം ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടാതെ വിഷമിച്ചു നിൽക്കുന്ന ശ്രോതാക്കളെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ശ്രീരാമന്റെ അടുത്ത വാക്കുകൾ. ഞാൻ ഈ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടിയല്ല, എന്റെ വംശത്തിന് ദുഷ്കീർത്തി ഉണ്ടാകാതിരിക്കാനാണ്. അക്കാര്യം നീ മനസ്സിലാക്കുന്നത് നന്ന്. രാവണന്റെ അധീനതയിൽ കുറെ കാലം കഴിഞ്ഞുകൂടിയവളാണ് നീ. അങ്ങനെയുള്ള ഒരുവളെ വംശമാഹാത്മ്യമുള്ള പുരുഷൻ സ്വീകരിക്കുകയില്ല. നിന്നെ വീണ്ടെടുത്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഫലം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എനിക്കിനി നിന്നിൽ യാതൊരു താല്പര്യവുമില്ല. നിനക്ക് എന്നെ വിട്ട് എവിടെ വേണമെങ്കിലും പോകാം. കർണകഠോരമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ സീത എന്തു ചെയ്യണമെന്നറിയാതെ തെല്ലുനേരം സ്തബ്ധയായി നിന്നുപോയി. സ്നേഹവചനങ്ങൾ മാത്രമേ ഇന്നോളം തന്നോട് ഭർത്താവ് പറഞ്ഞിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ക്രൂരമായി സംസാരിക്കുന്നത്. അതോ തന്റെ ഹൃദയം പിളർത്തിക്കൊണ്ടും. സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. സീതയുടെ വിശാല നേത്രങ്ങളിൽ നിന്ന് തപ്തബാഷ്പധാര ഒഴുകിയിറങ്ങി. ഗദ്ഗതത്തോടുകൂടി ആ സാധ്വി പറഞ്ഞു, പ്രാണനാഥ, ഇങ്ങനെ രൂക്ഷമായി എന്നോട് സംസാരിക്കുവാൻ എന്താണ് കാരണം? അങ്ങേക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചാരിത്രവതിയാണ്. രാവണൻ എന്നെ സ്പർശിച്ചത് എൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ടാണ്. അവന്റെ ബലം കൊണ്ടാണ്. എൻ്റെ മനസ്സ് അങ്ങയിൽ മാത്രമാണ്, അപ്പോഴും ഇപ്പോഴും എല്ലായ്പ്പോഴും. എന്നെ കാണാനാണല്ലോ അങ്ങ് ഹനുമാനെ ലങ്കയിലേക്ക് അയച്ചത്. ഞാൻ ലങ്കയിലാണെന്ന് അറിഞ്ഞിട്ടും അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചില്ല? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ജീവൻ കളയുമായിരുന്നു. വെറുമൊരു സാധാരണക്കാരിയായി അങ്ങ് എന്നെ കണക്കാക്കുന്നു. അയോനിജയായ ഞാൻ ജനകപുത്രിയായി വളർന്നവളാണ്. എൻ്റെ ചാരിത്രശുദ്ധി അങ്ങ് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോഴേക്കും ദുഃഖം വെടിഞ്ഞിരുന്ന സീത അസ്ഥിരചിത്തയായി ലക്ഷ്മണന്റെ നേർക്ക് തിരിഞ്ഞു. ലക്ഷ്മണ, ഇമാതിരി അപവാദത്തോടുകൂടി ജീവിക്കേണ്ടവളല്ല ഞാൻ. എൻ്റെ ഭർത്താവ് എന്നെ സംശയിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി ഒരു ചിത ഒരുക്കി തരൂ. ഞാൻ അതിൽ ചാടി ജീവൻ ഉപേക്ഷിക്കും. ശ്രീരാമനിൽ നിന്ന് ആംഗ്യത്തിലൂടെ അനുജ്ഞ കിട്ടിയ ലക്ഷ്മണൻ വ്രണിത ഹൃദയനായി ചിതയൊരുക്കി. കൂടി നിന്നവരിൽ ആരും ഒരക്ഷരം ഉരിയാടാതെ ദുഃഖിച്ചു നിന്നു. സീത ഭർത്താവിനെ ഭക്തിയോടെ വലത്ത് വെച്ച് ദേവതകളെ വന്ദിച്ച് വിളിച്ചു പറഞ്ഞു, ശ്രീരാമദേവനിൽ നിന്ന് എൻ്റെ മനസ്സ് ഒരിക്കൽ പോലും അകന്നിട്ടില്ലെങ്കിൽ, ഞാൻ ചാരിത്രവതിയല്ലെന്ന് അദ്ദേഹം കരുതുന്നത് ശരിയല്ലെങ്കിൽ, എൻ്റെ പ്രാതിവൃത്യം സകല ദേവതകളും അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അഗ്നിദേവൻ എന്നെ രക്ഷിക്കട്ടെ.
നിമിഷങ്ങൾക്കുള്ളിൽ സന്നിഹിതരുടെ കന്ധങ്ങളിൽ നിന്നുയർന്ന ആഹാരവും സീതയുടെ അഗ്നിപ്രവേശം കണ്ടപ്പോഴുണ്ടായ ആഘാതത്തിൽ ഫലമായിരുന്നു. എല്ലാവരും കണ്ടു നിൽക്കെ അഭൂതപൂർവമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ബ്രഹ്മാവ്, ശിവൻ, ദേവേന്ദ്രൻ, മറ്റു ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമനോട് ചോദിച്ചു, പ്രാകൃത മനുഷ്യനെ പോലെ എന്തിന് സീതയെ ഉപേക്ഷിച്ചു എന്ന്. ശ്രീരാമൻ പറഞ്ഞു, അതെ, ഞാൻ ദശരഥപുത്രനായ രാമൻ എന്ന മനുഷ്യനാണ്. നിങ്ങളെല്ലാം എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എല്ലാം എനിക്കറിയണം. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവല്ലാതെ മറ്റാരുമല്ല. അവർണ്യമായ മഹിമാതിശയമുള്ളവൻ, ആദിമധ്യാന്തങ്ങളില്ലാത്തവൻ, സർവ്വജീവജാലങ്ങളിലും പ്രവേശിച്ചിട്ടുള്ളവൻ, സകല സൽഗുണങ്ങളുടെയും മൂർത്തീകരണമായിട്ടുള്ളവൻ. അതെല്ലാമാണ് അങ്ങ്. ഞങ്ങളുടെ അപേക്ഷപ്രകാരം രാവണവധത്തിനായി അങ്ങ് മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജന്മമെടുത്തു. അങ്ങയുടെ ജനനോദ്ദേശം ഇപ്പോൾ സഫലമായിരിക്കുന്നു. ദേവൻ ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും അഗ്നികുണ്ഡത്തിലൂടെ അഗ്നിദേവൻ സീതയെയും കൊണ്ട് ശ്രീരാമന്റെ മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചു. അഗ്നിദേവൻ പറഞ്ഞു, ശ്രീരാമ, അങ്ങയുടെ ധർമ്മപത്നിയായ ഈ സീതാദേവിക്ക് യാതൊരു ദോഷവുമില്ല. രാക്ഷസികളുടെ നടുവിൽ കഴിയുമ്പോഴും ദേവി അങ്ങയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്നു. എപ്പോഴും അങ്ങ് മാത്രമായിരുന്നു ദേവിയുടെ അവലംബം. ദേവിയെ സ്വീകരിക്കൂ. എല്ലാവരും കേൾക്കുമാറ് ശ്രീരാമൻ ഒരു വിശദീകരണം നൽകി. സർവമംഗള സ്വരൂപിണിയാണ് സീത. അതെനിക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ ഒന്നുണ്ട്, രാവണന്റെ അധീനതയിൽ കഴിഞ്ഞ അവളെ ഞാൻ പരീക്ഷിക്കാതെ സ്വീകരിച്ചെന്നിരിക്കട്ടെ, സത്തുക്കൾ എന്നെ നിന്ദിച്ചെന്നു വരും. ലോകത്തെ ബോധ്യപ്പെടുത്തുക മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. സ്വർഗസ്ഥനായ ദശരഥ മഹാരാജാവ് ദേവന്മാരോടുകൂടി വന്ന് വിമാനത്തിലിരിക്കുന്നു എന്നറിഞ്ഞ ശ്രീരാമൻ ലക്ഷ്മണനോട് ഒന്നിച്ച് ഓടിച്ചെന്ന് പിതാവിന്റെ പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. ദശരഥൻ പുത്രന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഗാഢഗാഠം പുണർന്ന് ശ്രീരാമനോട് പറഞ്ഞു, മകനെ, നിങ്ങളെ വീണ്ടും കാണാനും ആശ്ലേഷിക്കാനും സാധിച്ചതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. നീ എന്റെ സ്വർഗജീവിതവും ധന്യമാക്കിയിരിക്കുന്നു. 14 വർഷം വനവാസം അനുഷ്ഠിച്ച് നീ നിന്റെ സത്യം പാലിച്ചിരിക്കുന്നു. അയോധ്യാപതിയായി നീ നീണാൾ വാഴുമാറാവട്ടെ. ദശരഥൻ ലക്ഷ്മണനോടും സീതയോടും സംസാരിച്ചു. ലക്ഷ്മണ, നീ ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ച് എന്നെ സന്തോഷിപ്പിക്കുകയും ധർമ്മഫലം നേടുകയും ചെയ്തിരിക്കുന്നു. പുരാണ പുരുഷനും പുരുഷോത്തമനുമാണ് രാമൻ. നിന്റെ ശ്രീരാമസേവ മൂലം നിനക്ക് അനശ്വരമായ യശസ് കിട്ടിക്കഴിഞ്ഞു. സീതയെ, നിന്റെ ചാരിത്രവ്രതം അന്യാദൃശമാണ്. രാമൻ നിന്റെ ഹിതാനുവർത്തിയാണ്. ഭർത്തൃശുശ്രൂഷയെക്കുറിച്ച് ഞാൻ നിനക്കൊന്നും പറഞ്ഞു തരേണ്ടതായിട്ടില്ല. നിന്റെ പരദൈവമാണല്ലോ രാമൻ. പുത്രന്മാരെയും സ്നുഷയെയും അനുഗ്രഹിച്ചതിനു ശേഷം ദശരഥ മഹാരാജാവ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ശ്രീരാമൻ ദേവേന്ദ്രന് ഒരപേക്ഷ സമർപ്പിച്ചു. ദേവ, എനിക്ക് വേണ്ടി അനേകം വാനരന്മാർ യുദ്ധം ചെയ്ത് മരണം വരിച്ചിരിക്കുന്നു. അങ്ങ് അവരെയെല്ലാം ജീവിപ്പിക്കണം. അവരുടെ വനങ്ങളിൽ അകാലങ്ങളിലും ധാരാളം ഫലമൂലാദികൾ ഉണ്ടായിരിക്കണം. ആ വരം നൽകുവാൻ ദേവേന്ദ്രന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീരാമലക്ഷ്മണന്മാരും സീതയും കുറച്ചു ദിവസം ലങ്കയിൽ താമസിച്ച് തന്റെ ആതിഥ്യം സ്വീകരിക്കണമെന്ന് വിഭീഷണൻ താഴ്മയായി അപേക്ഷിച്ചുവെങ്കിലും അയോധ്യയിലേക്ക് പോകാൻ തിടുക്കമുണ്ടായിരുന്ന ശ്രീരാമന്റെ ആഗ്രഹപ്രകാരം പുഷ്പക വിമാനം വരുത്തി. ആ ദിവ്യവാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ശ്രീരാമൻ നിർദ്ദേശിച്ചതനുസരിച്ച് വിഭീഷണൻ വാനര പ്രമുഖന്മാരിൽ ഓരോരുത്തർക്കും വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ നൽകി. ശ്രീരാമനോട് ഒന്നിച്ച് അയോധ്യയിലെത്തി പട്ടാഭിഷേകം കാണാൻ അവസരം നൽകണമെന്ന വാനരമുഖ്യന്മാരുടെയും വിഭീഷണന്റെയും വിനീതമായ അഭ്യർത്ഥന തിരസ്കരിക്കുവാൻ ശ്രീരാമന് മനസ്സ് വന്നില്ല. അവരെല്ലാവരും സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് ശ്രീരാമൻ പുഷ്പകത്തിൽ ആസനസ്ഥനായപ്പോൾ വൈഷ്ണവനിൽ നിന്ന് രാവണൻ പിടിച്ചെടുത്തിരുന്ന ആ വാഹനം ലങ്കയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്ന് ഉത്തരദിക്കിലേക്ക് പ്രയാണം ആരംഭിച്ചു. ശ്രീരാമ സീതാ ലക്ഷ്മണന്മാരുമായി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെട്ട ഓരോ സ്ഥലത്തിന്റെയും മുകളിലൂടെ പുഷ്പക വിമാനം പറന്നു പോകുമ്പോൾ ആ സ്ഥലത്തെ ശ്രീരാമൻ സീതയ്ക്ക് കാണിച്ചു കൊടുത്ത് സ്മരണകൾ പുതുക്കി. അങ്ങനെ അവർ കിഷ്കിന്ധയുടെ ഉപരിഭാഗത്തിലെത്തിയപ്പോൾ സീത പറഞ്ഞു, നാഥ, താര മുതലായ വാനര സ്ത്രീകളെയും കൂടി അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ധർമ്മപത്നിയുടെ ആഗ്രഹമനുസരിച്ച് പുഷ്പക വിമാനം നിലത്തിറക്കാൻ കൽപ്പിച്ച ശ്രീരാമൻ ആവശ്യപ്പെട്ടപ്പോൾ സുഗ്രീവാദികൾ സമയം കളയാതെ നഗരത്തിൽ ചെന്ന് വാനര സ്ത്രീകളെയും കൂട്ടി മടങ്ങി വന്നു. മുമ്പുള്ളവരോടുകൂടി ഇപ്പോൾ വന്നവരെയും വഹിച്ചുകൊണ്ട് വീണ്ടും ആകാശത്തുയർന്ന പുഷ്പകത്തെ ശ്രീരാമൻ ശരഭംഗാശ്രമത്തിലിറക്കി. മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഒരു നാളത്തേക്ക് അവിടെ തങ്ങാൻ തീർച്ചയാക്കി. എന്നിട്ട് ഹനുമാനെ അരികിലേക്ക് വിളിച്ച് അതിപ്രധാനമായ ഒരു ദൗത്യം നൽകി. ഞാൻ വന്നിട്ടുണ്ടെന്ന് ആദ്യം ശൃംഗവേരത്തിൽ ചെന്ന് ഗുഹനോട് പറഞ്ഞിട്ട് അങ്ങ് നേരെ അയോധ്യയിലേക്ക് പോയി ഭരതനെ കണ്ട് വിവരമറിയിക്കണം. ഭരതന്റെ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും അവന്റെ മനോവ്യാപാരം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കുകയും വേണം. ഐശ്വര്യം വരുമ്പോൾ മനസ്സു മാറുക സാധാരണമാണല്ലോ. അവന് രാജ്യത്വം വേണമെങ്കിൽ സ്വീകരിച്ചു കൊള്ളട്ടെ.
ഹനുമാൻ മനുഷ്യരൂപം ധരിച്ചുവെങ്കിലും ആകാശയാനം സുസാധ്യമാക്കി ശൃംഗിവേരത്തിലിറങ്ങി രാമാഗമന വൃത്താന്തം അറിയിച്ച് ഗുഹനെ ആനന്ദപുളകിതനാക്കിയിട്ട് ഭരതൻ പാർത്തു വരുന്ന നന്ദിഗ്രാമത്തിൽ ചെന്നിറങ്ങി. താൻ ആദ്യമായി കാണുന്ന ഭരതന്റെ വേഷധാരണ രീതിയും ജീവിതക്രമവും പെരുമാറ്റവും ഹനുമാന്റെ ഹൃദയത്തിൽ ആ സഹോദര ഭക്തന്റെ ധർമാചരണത്തെക്കുറിച്ച് അളവില്ലാത്ത അഭിനന്ദനം ഉളവാക്കി. തലമുടി ജടപിടിച്ചും മരത്തോലുടുത്തും കായ്കനികൾ ഭക്ഷിച്ചും ഇന്ദ്രിയങ്ങളെ അടക്കിയും കഴിയുന്നത്ര മൗനം പാലിച്ചും കഴിയുകയാണ് ആ രാമാനുജൻ. തന്റെ ആരാധനാമൂർത്തിയായ ജ്യേഷ്ഠൻ സീതാലക്ഷ്മണ സമേതനായി വരുന്നുണ്ടെന്ന് ഹനുമാനിൽ നിന്നറിഞ്ഞപ്പോൾ ആനന്ദമോചിതനായി തീർന്ന ഭരതന്റെ ശരീരം മുഴുവൻ കോൾമേൽ കൊള്ളുകയും കണ്ണുകൾ സന്തോഷബാഷ്പം ചൊരിയുകയും വാക്കുകൾ പുറത്തു വരാൻ ശക്തമല്ലാതാവുകയും ചെയ്തു. പിന്നീട് ഹനുമാൻ ഓരോരോ സംഭവവും വിസ്തരിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രവണത്തിലുള്ള ഏകാഗ്രതയും അടക്കാനാവാത്ത ഉദ്യോഗവും കൊണ്ട് ഭരതൻ മറ്റെല്ലാം എന്നല്ല തന്നെപ്പോലും മറന്നിരിക്കുകയായിരുന്നു. ഹനുമാന്റെ സംഭവ കഥാകഥനം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം ശത്രുഘ്നന് പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ നൽകി. അനുജ, സകല ചൈത്യങ്ങളും ദേവാലയങ്ങളും പരിശുദ്ധമാക്കി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കട്ടെ. അർച്ചനകളും മറ്റു ചടങ്ങുകളും യാതൊരു വിഘ്നവും കൂടാതെ നടക്കട്ടെ. ഭേരി പണവാദി താളവാദ്യങ്ങളും വീണാദി സുഷിരതന്ത്രിവാദ്യങ്ങളും മറ്റു തരത്തിലുള്ള മംഗളവാദ്യങ്ങളും പ്രയോഗിക്കപ്പെടട്ടെ. രാജസ്ത്രീകൾ, രാജബന്ധുക്കളായ പുരുഷന്മാർ, പുരോഹിതന്മാർ, മന്ത്രിമാർ, സേനാധിപന്മാർ, പൗരന്മാർ, അതെന്തിന് അയോധ്യയിലെ സർവ്വജനങ്ങളും നമ്മുടെ ജ്യേഷ്ഠന് സ്വാഗതമരുളാൻ തയ്യാറായി നിൽക്കട്ടെ. ജ്യേഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ച ശത്രുഘ്നൻ തന്റേതായ പല ആശയങ്ങളോടും കൂടി പ്രായോഗികമാക്കിയതിന്റെ ഫലമായി എല്ലാ തെരുവുകളും വെള്ളം തെളിച്ച് ശുദ്ധിയാക്കുകയും അതിനുശേഷം അവയിലെല്ലാം പൂക്കൾ വിതറി നിറയ്ക്കുകയും ഇരുവശങ്ങളിലും വർണ്ണാങ്കിതങ്ങളായ കൊടിക്കൂറകൾ പാറിപ്പറക്കുകയും ഭവനങ്ങൾ പൂമാലകളാൽ അലങ്കൃതങ്ങളാവുകയും ജനാവലികൾ തിങ്ങി നിറയുകയും ചെയ്തു. നേരം അധികമാവുന്നതിന് മുമ്പ് അയോധ്യക്കാരുടെ കണ്ണിലുണ്ണിയായ ശ്രീരാമനെ എതിരേൽക്കുന്നതിനായുള്ള ഘോഷയാത്ര മുമ്പോട്ട് നീങ്ങിത്തുടങ്ങി. വിജയൻ, ധൃഷ്ടി, അശോകൻ, ജയന്തൻ, അർത്ഥസാധകൻ, സിദ്ധാർത്ഥൻ മുതലായ മന്ത്രിവര്യന്മാർ സുമന്ത്രന്റെ നേതൃത്വത്തിൽ മുമ്പിലായി രഥങ്ങളിൽ സഞ്ചരിച്ചു. പൊന്നണിഞ്ഞ ഗജേന്ദ്രന്മാർ, അംഗസൗഷ്ഠവമുള്ള അശ്വങ്ങൾ, വിവിധ വർണ്ണങ്ങളുള്ള കുപ്പായങ്ങൾ ധരിച്ച പദാതികൾ, സഹസ്രക്കണക്കിനുള്ള സ്ത്രീ പുരുഷന്മാർ ആ ഘോഷയാത്രയിൽ ഭാഗഭാക്കുകളായി. മംഗളവാദ്യങ്ങളുടെയും ആർപ്പുവിളികളുടെയും ശബ്ദകോലാഹലവും ജനങ്ങളുടെ ആഹ്ലാദത്തിമിർപ്പും അയോധ്യയിൽ അപൂർവദൃഷ്ടങ്ങളായ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചു. രാജമാതാക്കളെ മുൻനിർത്തി ഭരതൻ അനേക സംവത്സരങ്ങൾക്ക് മുമ്പ് നേടിയ അനർഘ സമ്പാദ്യങ്ങളായ ശ്രീരാമപാദുകങ്ങൾ സ്വശിരസിൽ വെച്ച് പിടിച്ചുകൊണ്ട് നടന്നു. ചക്രവർത്തിമാരുടെ ചിഹ്നങ്ങളായ വെൺകുറ്റക്കുടയും വെൺചാമരങ്ങളും ആലവട്ടങ്ങളും മറ്റും ആ പാദുകങ്ങളിൽ ശ്രീരാമ സാന്നിധ്യമുണ്ടെന്ന് ഭരതൻ വിശ്വസിക്കുന്നതിന്റെ ചിഹ്നങ്ങളായിരുന്നു. ഘോഷയാത്ര നിശ്ചിത സ്ഥലത്ത് നിന്നതു മുതൽ സകലരുടെയും കണ്ണുകൾ പുഷ്പവിമാനത്തിന്റെ ആഗമനം പ്രതീക്ഷിച്ച് ആകാശത്ത് തന്നെ തങ്ങി നിൽക്കുകയും ഒരിക്കൽ പോലും താഴുകയും ചെയ്തിരുന്നില്ല. ഒടുവിൽ പാഞ്ഞു വന്ന് താഴുന്ന ചന്ദ്രബിംബം പോലെയുള്ള വിമാനം അവരുടെ ദൃഷ്ടിപഥത്തിൽ വന്നെത്തിയപ്പോൾ ഉയർന്ന ജയാരവങ്ങൾ അഷ്ടദിഗന്ധങ്ങളെയും ഭേദിക്കുവാൻ പര്യാപ്തമായിരുന്നു. ആ വാഹനം ഭൂമിയെ സ്പർശിച്ച നിമിഷത്തിൽ ഭരതൻ ഓടിച്ചെന്ന് അതിനകത്ത് കയറി തനിക്ക് ഈശ്വരതുല്യനായ അഗ്രജന്റെ പാദങ്ങളിൽ പതിച്ച് സന്തോഷാധിക്യത്താൽ പൊട്ടിക്കരഞ്ഞു. അടുത്ത നിമിഷത്തിൽ ആ രണ്ട് സഹോദരന്മാരും അമർന്ന ആലിംഗനത്തിന്റെ ദൃഢതയും ദൈർഘ്യവും അവരുടെ വികാര പാരമ്യത്തിന്റെ അളവ് സന്ദർശക സമൂഹങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഭരതനോടൊന്നിച്ചുണ്ടായിരുന്ന ശത്രുഘ്നന്റെയും രാജമാതാക്കളുടെയും സ്നേഹപ്രകടനങ്ങളുടെ തീവ്രതയും ഒട്ടും കുറവായിരുന്നില്ല. ഭരതൻ താൻ ശിരസിൽ വഹിച്ചു കൊണ്ടുവന്ന പാദുകങ്ങൾ ശ്രീരാമന്റെ ചേവടികളിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ അയോധ്യ രാജ്യത്തെ സങ്കല്പത്താൽ സമർപ്പിച്ചിരുന്നതാണ് ഈ പാദുകങ്ങൾ. ജ്യേഷ്ഠന്റെ വൈഭവം കൊണ്ട് രാജ്യത്തിലെ ഭണ്ഡാരങ്ങളും ധാന്യശേഖരങ്ങളും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഇനി അങ്ങ് ചക്രവർത്തിയായി അധികാരമേൽക്കണം. ശ്രീരാമൻ പുഷ്പക വിമാനത്തെ ശരിക്കും അതിന്റെ ഉടമസ്ഥനായ വൈശ്രവണന്റെ അടുക്കലേക്ക് തിരിച്ചയച്ചതിനു ശേഷം ആചാര്യനായ വസിഷ്ഠനെ നമസ്കരിച്ച് അദ്ദേഹത്തെ തന്നോടൊന്നിച്ച് സിംഹാസനത്തിലിരുത്തി. ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്ക് ജ്യേഷ്ഠൻ തന്ന രാജ്യത്തെ ഞാനിപ്പോൾ ജ്യേഷ്ഠനെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്. ഞാൻ അങ്ങയുടെ സ്ഥാനത്ത് രാജാധികാരിയായത് രാജഹംസത്തെ കാക്ക പിന്തുടരുന്നതിനൊപ്പമായിരുന്നു. ഉത്തമാശ്വത്തിന്റെ പിറകെ പോകുന്ന ഗർദ്ധപത്തിനൊപ്പവും പ്രതാപശാലിയായ അങ്ങയെ പട്ടാഭിഷേകത്തിന് ശേഷം സൂര്യനെ പോലെ ലോകം ഇന്ന് കാണും. അങ്ങ് ചക്രവർത്തിയായി നീണാൽ വാഴുമാറാകട്ടെ. ശത്രുഘ്നാൽ നിർദ്ദിഷ്ടരായ ക്ഷുരകന്മാരുടെയും
ശുരകന്മാരുടെ കരവിരുതിന്റെ ഫലമായി ജടയും മറ്റും ഉപേക്ഷിച്ച് ശ്രീരാമൻ സ്നാനം ചെയ്ത് വിശിഷ്ട വസ്ത്രങ്ങൾ ധരിച്ച് അങ്കരാഗാദികൾ അണിഞ്ഞ് നാലുപാടും ശോഭ ചിതറി. ജ്യേഷ്ഠനെ അനുകരിച്ച് ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും അതുവരെ അവലംബിച്ചിരുന്ന വേഷം മാറ്റി ലോകസുന്ദരന്മാരും വസ്ത്രാഭരണ വിഭൂഷിതന്മാരുമായ രാജകുമാരന്മാരായി വിലസി. അയോധ്യയിൽ നിന്ന് നന്ദിഗ്രാമത്തിലേക്ക് നടന്ന ഘോഷയാത്രയുമായി നന്ദിഗ്രാമത്തിൽ നിന്ന് അയോധ്യയിലേക്ക് നടന്ന ഘോഷയാത്രയ്ക്ക് ഒരു വ്യത്യാസം വരുത്തിവെച്ചത് ശ്രീരാമന്റെ മഹനീയ സാന്നിധ്യമായിരുന്നു. സുവർണരഥത്തിൽ ആരൂഢനായ ശ്രീരാമന്റെ സാരഥിയായി ചമ്മട്ടിയും കടിഞ്ഞാണും കൈകാര്യം ചെയ്തത് ഭരതനും, ആലവട്ടം വീശിയത് ലക്ഷ്മണനും, വെൺകുറ്റക്കൊട പിടിച്ചത് ശത്രുഘ്നനും, വെൺചാമരമെടുത്തത് വിഭീഷണനുമായിരുന്നു. ഘോഷയാത്ര അയോധ്യയിലെ കൊട്ടാരത്തിൽ അവസാനിച്ചപ്പോൾ തീർത്ഥജലം കൊണ്ടുവരുന്നതിനായി സുഗ്രീവൻ ഭരതന്റെ അപേക്ഷയനുസരിച്ച് ജാംബവാൻ, ഹനുമാൻ, ഋഷഭൻ, വേഗദർശി എന്നീ വാനരോത്തമന്മാരെ നിയോഗിച്ചു. ആകാശഗമന വിദ്യ വശപ്പെടുത്തിയ 4 പേർക്കും സുഗ്രീവാജ്ഞ പ്രായോഗികമാക്കുക എന്ന കൃത്യം ക്ഷിപ്രസാധ്യമായിരുന്നു. വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, സുയഞ്ജൻ, ഗൗതമൻ മുതലായ മഹർഷിമാർ ആ തീർത്ഥജലം കൊണ്ട് നിശ്ചിത ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് സൂര്യവംശസ്ഥാപകനായ വൈവസ്വതമന് മുതൽ ദശരഥൻ വരെയുള്ള രാജാക്കന്മാർ ധരിച്ചിരുന്ന കിരീടം ശ്രീരാമന്റെ ശിരസിൽ വെച്ചു. ആ സമയത്ത് ദേവഗന്ധർവാദികൾ ആകാശത്തു നിന്ന് ശ്രീരാമസ്തുതി ഗീതങ്ങൾ പാടുകയും അപ്സര സ്ത്രീകൾ ആഹ്ലാദ നൃത്തങ്ങൾ ചവിട്ടുകയുമുണ്ടായി. കിരീടധാരണാവസരത്തിൽ അനുഷ്ഠിക്കേണ്ടതായ ദാനകർമ്മങ്ങൾക്ക് ശേഷം വാനര പ്രമുഖന്മാരിൽ ഓരോരുത്തർക്കും രാമരാജാവ് വിലമതിക്കാനാവാത്തവയും സ്നേഹസൂചകങ്ങളുമായ ഉപഹാരങ്ങൾ നൽകുവാൻ മറന്നില്ല. ഒന്ന് പ്രത്യേകമായിരുന്നു സീതയ്ക്ക് ഹനുമാനോട് തോന്നിയിരുന്ന കൃതജ്ഞതയുടെയും വാത്സല്യത്തിന്റെയും പരസ്യമായ പ്രകടനം. ഭർതൃകരങ്ങളാൽ അണിയിക്കപ്പെട്ട അനർഘരത്നമാല്യത്തെ തന്റെ കഴുത്തിൽ നിന്ന് ഊരിപ്പിടിച്ചുകൊണ്ട് ഭർത്താവിന്റെ നേർക്കയച്ച നോട്ടത്തിന്റെ അർത്ഥം ഗ്രഹിച്ച ശ്രീരാമൻ മന്ദഹാസത്തോടെ പറഞ്ഞു, സീതേ, നിനക്ക് ആരിലാണോ ഏറ്റവും സന്തോഷം തോന്നുന്നത് ആ വ്യക്തിക്ക് രത്നമാല്യം സമ്മാനിക്കാം. ആ ഭാഗ്യം സിദ്ധിച്ചത് ഹനുമാനായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മനസ്സില്ലാ മനസ്സോടെ ഗത്യന്തരമില്ലാതെ സുഗ്രീവനും മറ്റു വാനര പ്രമുഖരും വിഭീഷണരും മറ്റും അവരവരുടേതായ ആസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ശ്രീരാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും മധുരസ്മരണകൾ അയവിറക്കിക്കൊണ്ടും 11,000 സംവത്സരങ്ങളോളം നീണ്ടു നിൽക്കാൻ പോകുന്ന ശ്രീരാമരാജ്യ ഭരണത്തിന്റെ ആരംഭത്തോടുകൂടി അയോധ്യയിൽ ഒരു നവയുഗം പിറന്നു എന്നതിന്റെ ഒട്ടേറെ സൂചനകളുണ്ടായി. വൈധവ്യം, അനാരോഗ്യം, തസ്കരഭയം, പ്രകൃതിക്ഷോഭം, അകാലവർഷം മുതലായ ദുരിതങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. മാത്രമല്ല രാജ്യത്തുടനീളം സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും പരസ്പര സ്നേഹവും നന്മയും കളിയാടി. വൃക്ഷലതാദികൾ സർവത്തുക്കളിലും ഫലഭൂയിഷ്ടവും കുസുമിതമാവുകയും കാലാനുസരണമായി വൃഷ്ടിപാതമുണ്ടാവുകയും സദാസമയവും മന്ദമാരുതൻ സുഖശീതളമായി വീശുകയും ചെയ്ത് പ്രകൃതി പോലും ശ്രീരാമന്റെ ആജ്ഞാനുവർത്തിനിയായി എന്ന് തോന്നിപ്പിച്ചു. സമകാലീന മനുഷ്യജീവിതത്തെ ഒരു അത്യുന്നത തലത്തിലേക്ക് ഉയർത്തുകയും ത്രേതായുഗത്തിനും ദ്വാപരയുഗത്തിനും ശേഷമുള്ള കലിയുഗത്തിലും മനുഷ്യ സമുദായങ്ങൾ മാതൃകയായി പരിഗണിക്കുകയും ചെയ്യാൻ പോകുന്ന സൗഖ്യസമ്പൂർണമായ, പാപരഹിതമായ, ആദർശപരമായ രാമരാജ്യം. അങ്ങനെ രാമൻ ചക്രവർത്തിയായി രാമരാജ്യം ഉണ്ടായിരിക്കുന്നു. രാമരാജ്യത്തിലെ വിശേഷങ്ങൾ പിന്നീട്.